Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൽ വരുന്ന പ്രോബ്ലം പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എക്സ്പോണൻസ് ആൻഡ് പവറിൽ വരുന്ന ലോസും അതുപോലെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 raised to minus 1 into 4 raised to minus 1 divided by 2 raised to minus 2. So ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്താ അവിടെ ചെക്ക് ചെയ്യാറ്? ഒന്നെങ്കിൽ നമ്മുടെ ബേസ് നോക്കും, കോമൺ ആണെങ്കിൽ നമുക്ക് ലോ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പോണന്റ് കോമൺ ആണെങ്കിൽ നമുക്ക് അവിടെ ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷന്റെ കേസസിൽ അവിടെ എന്താ വന്നിട്ടുള്ളത്? ബേസസ് ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബേസിനെ കോമൺ ബേസിലോട്ട് മാറ്റാൻ പറ്റുമോ നോക്കാം. അവിടെ 4 ആ വന്നിട്ടുള്ളത്. സോ 4നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2 into 2 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇവിടെ 2 raised to minus 1 ഉണ്ട്. Then into 4നെ നമ്മൾ 2 into 2 എന്ന് എഴുതി. സോ 2 into 2 എന്ന് എഴുതുന്ന സമയത്ത് ഈ ഒരു -1 ആ രണ്ട് 2നും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ രണ്ടും -1 കൊടുക്കണം. ഓക്കെ, എന്താ ചെയ്തത്? ഈ 4നെ നമ്മൾ 2 into 2 എന്ന് എഴുതി. സോ 2 into 2 കൊടുക്കുമ്പോൾ അതിന്റെ എക്സ്പോണന്റ് -1 ആണ് അല്ലെ. സോ ആ -1 രണ്ടു പേർക്കും കൊടുക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നെ എന്താ വരുന്നത്? ഡിവൈഡഡ് ബൈ 2 raised to minus 2. ഓക്കെ, അത് ആദ്യം അവിടെ വെക്കാം. നമുക്ക് ആദ്യം ഈ ഒരു കാര്യം ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോ ഇവിടെ എന്ത് വന്നു? എല്ലാ ബേസും 2 ആയിട്ട് വന്നിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ആൻസറിൽ കോമൺ ആയിട്ടുള്ള ബേസ് ആദ്യം നമ്മൾ എഴുതുന്നു. അതിനുശേഷം എക്സ്പോണൻസിനെ നമ്മൾ ആഡ് ആണ് ചെയ്യുക അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ നമ്മൾ അഡിഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ -1 പ്ലസ് -1 എന്താണ്? -1 പ്ലസ് -1 എന്ന് പറഞ്ഞാൽ -1 വാട്ട് ഇസ് ദി ആൻസർ? -1 ആൻസർ ഇസ് -2. ദെൻ -2 വീണ്ടും ഒരു -1. അപ്പൊ -2 -1 അല്ലെ. അപ്പൊ -2 നമ്മൾ ഇത് രണ്ടും ചെയ്തപ്പോ നമുക്ക് എന്താ കിട്ടിയത്? -2 ആണ് കിട്ടിയത് അല്ലെ. നമ്മൾ എന്താ ചെയ്യുന്നത്? ആഡ് ആണ് ചെയ്യുന്നത്. അപ്പൊ -1 പ്ലസ് -1 അപ്പൊ അതെന്തായിട്ട് മാറും? -1 ദാറ്റ് ഇസ് -2. ഇനി അടുത്തത് -2 പ്ലസ് -1 ആണ് അല്ലെ. -2 പ്ലസ് -1. സോ എന്താണ്? -2 പ്ലസ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താ ചെയ്യേണ്ടത്? സോ ഇവിടെ പ്ലസ് ആണ് ചെയ്യേണ്ടത്. രണ്ടുപേരും മൈനസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുക, മൈനസ് സൈൻ കൊടുക്കാം. അപ്പൊ ആൻസർ എന്ത് വരും? 2 raised to minus 3 എന്ന് വരും. ഈ മൈനസും ഈ പ്ലസും കൂടെ എന്തായിട്ട് മാറി? അവിടെ മൈനസ് തന്നെയാണ് വരിക. അപ്പൊ -2 - 1 is -3. സോ ഇനി നമുക്കിതാ ഇവിടെ ഒരാളും കൂടെ ബാക്കിയുണ്ട്. ഡിവൈഡഡ് ബൈ 2 raised to minus 2. അപ്പൊ ഇത് ചെയ്യുന്ന സമയത്തും ഇവിടെ ബേസ് വീണ്ടും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഡിവിഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഡിവിഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോണൻസിനെ മൈനസ് ചെയ്യണം. സോ -3 -2. അപ്പൊ ഇവിടെ നമ്മൾ 2 raised to -3 -2 എന്നാണ് വന്നത്. അപ്പം ഈ മൈനസും കൂടെ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ആൻസറിൽ 2 raised to -3 മൈനസും പ്ലസ് ആയി +2 ആണ് വരുന്നത്. ഓക്കെ, 2 raised to -3 +2 എന്ന് വന്നു. അപ്പൊ ആൻസർ എന്തായിരിക്കും? 2 raised to -3 +2 is -1 അല്ലെ. രണ്ടും ഡിഫറെന്റ് സൈൻസ് ആണ്. മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ ഇവിടെ 3 ആണ് ഗ്രേറ്റർ നമ്പർ. അപ്പൊ അതിന്റെ സൈൻ മൈനസ് ആണ്. അപ്പൊ 2 raised to -1 എന്ന് വന്നു. സോ അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ 2 raised to -1 എന്ന് കിട്ടിയിട്ടുണ്ട്. 2 raised to -1 എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അതിന് പോസിറ്റീവ് എക്സ്പോണൻസിലോട്ട് എഴുതാം. ദാറ്റ് മീൻസ് 1/2 raised to 1. അതായത് 1/2 is the answer. ഓക്കെ, 1/2 ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ വലിയൊരു ക്വസ്റ്റ്യൻ ആൻസർ ഇസ് 1/2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എങ്ങനെയാ ചെയ്തതെന്ന്. നമ്മൾ ഇവിടുത്തെ 4 ആയിട്ടുള്ള ബേസിനെ ആദ്യം എന്ത് ചെയ്തു? കോമൺ ബേസിലോട്ട് മാറ്റാനായിട്ട് 2 into 2 എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ഡിവിഷനും ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഇവിടെ എങ്ങനെയാ ചെയ്തത്? ലോ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഇനി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 1/2 raised to -2 plus 1/3 raised to -2 plus 1/4 raised to -2. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് അല്ലെ. അതായത് 3 നമ്പേഴ്സ് ഉണ്ട്, ആ 3 നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. സോ ഈ 3 നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന കൂട്ടത്തില് ഇവിടെ എന്താ കൊടുത്തത്, നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഫോമിലാണ് വന്നിട്ടുള്ളത് അല്ലെ. ഫ്രാക്ഷൻസ് ആണ്. 1/2, 1/3, 1/4 എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഫോമിലാണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ വന്നത്, നമ്മുടെ എക്സ്പൊണൻസ് -2 -2 -2 ആണ് എക്സ്പൊണൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ 1/2 ആണ്. അപ്പൊ ഈ 1/2 എന്ന് പറഞ്ഞാല് അവിടെ എന്താ വരാ, 1/2 എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ 1/2 നമുക്ക് മാറ്റി എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അതായത് 2⁻1 ആണ് നമ്മൾ, അതായത് 2⁻1 2⁻1 നമ്മൾ 1/2 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ഈ 1/2 എങ്ങനെ എഴുതാം, നമുക്ക് 2⁻1 എന്ന് എഴുതാം അല്ലെ. 2⁻1 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്, 1/2, അതായത് 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 1/2 എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇവിടുത്തെ 1/2 2⁻1 എന്ന് എഴുതി. ദെൻ raised to എന്ത് വരും, -2 തന്നെ വരും. പിന്നെ പ്ലസ് നെക്സ്റ്റ് എന്താണ്, 1/3 raised to -2 ആണ് നെക്സ്റ്റ് വന്നത്. 1/3, അപ്പൊ 1/3 എന്താണ്, 3 raised to -1 ആണ്. സോ അതിനെ മാറ്റി എഴുതി. 1/3 3 raised to -1 ചേഞ്ച് ചെയ്ത് എഴുതി. അതുപോലെ തന്നെ ഇനി എന്ത് മാറ്റാം, 1/4 നമുക്ക് മാറ്റാം. അതായത് 4 raised to -1 ആണ് 1/4. എന്നിട്ട് ഈ -2 കൊടുത്തു. ഓക്കെ, ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു ലോലാണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ. അതായത് a raised to m all raised to n എന്ന് പറഞ്ഞാൽ എന്താണ്, what is the answer, a raised to mn ആണ്. a raised to mn. അപ്പൊ നമുക്ക് അതുപോലെ ഇവിടെ ചെയ്യാലോ. ഇവിടെ -1 into -2 ആണ്. അപ്പൊ അതെന്താവും, 2 raised to -1 into -2 എന്താണ്, 2 ആണ് അല്ലെ. മൈനസ് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് അത് പ്ലസ് ആയിട്ട് മാറും. അപ്പൊ 2 raised to 2 ആയി. ദെൻ പ്ലസ് ഇനി നെക്സ്റ്റ് ഇവിടെ എന്താണ്, 3 raised to -1 into -2 ആണ്. അപ്പൊ അവിടെ എന്തായി, 2 ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് 4 raised to -1 into -2 ആണ്. അപ്പൊ ഇവിടെ എന്താണ്, -1 -2 ആണ് അല്ലെ. അപ്പൊ അതെന്താവും, മൈനസും പ്ലസ് ആയിട്ട് മാറും. അപ്പൊ അതും എന്തായിട്ട് മാറി, 2 ആയിട്ട് മാറി. അതായത് 4 raised to 2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തന്ന ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ഒരുപാട് ചേഞ്ചസ് ഇവിടെ ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ഓരോ സ്റ്റെപ്സ് ചെയ്തപ്പോഴും നമ്മൾ ഇതിൽ ഫസ്റ്റ് ചെയ്ത് നമ്മൾ 1/2 നമ്മൾ നെഗറ്റീവ് എക്സ്പൊണൻസ് ഫോമിലോട്ടാണ് മാറ്റി എഴുതിയത്. ഓക്കെ, നമ്മൾ എപ്പോഴും നെഗറ്റീവ് എക്സ്പൊണന്റിനെ പോസിറ്റീവിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, 1π എന്ന് പറഞ്ഞിട്ട് എഴുതാറ്. അപ്പൊ 1π എന്ന് വന്ന ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് അങ്ങോട്ട് മാറ്റി എഴുതി. 1/2 2 raised to -1, 1/3 3 raised to -1, 1/4 4 raised to -1 അങ്ങനെ മാറ്റി എഴുതി. അപ്പൊ നമുക്കിപ്പോ ദാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതായത് 2 raised to 2 plus 3 raised to 2 plus 4 raised to 2. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു കേസിൽ ഇപ്പൊ നമുക്ക് എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ്, അതിന്റെ പവേഴ്സ് എന്തായിട്ട് വന്നിട്ടുണ്ട്, 2 കോമൺ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാം, ഇവിടെ നമുക്ക് അഡിഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് നോർമലി എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ സോൾവ് ചെയ്യാം. അതായത് 2 raised to 2 എന്ന് പറഞ്ഞാൽ എന്താ, വാട്ട് ഇസ് 2 raised to 2, 2 into 2 ആണ്. 2 into 2 എത്രയാണ്, 4 ആണ് അല്ലെ. 4 പ്ലസ് നെക്സ്റ്റ് 3 സ്ക്വയർ ആണ്. അതായത് 3 into 3 എത്രയാണ്, 9 ആണ്. അപ്പൊ 9 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് എന്താണ്, 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 into 4 എത്രയാണ്, 16 ആണ് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാലോ. 16ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 20 വരും അല്ലെ. അപ്പൊ ആ 20യുടെ കൂടെ 9 ആഡ് ചെയ്ത് എത്ര വരും, 29 വരും. സോ ദി ആൻസർ ഇസ് 29. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര വലിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് പേടിയാവുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ ഫ്രാക്ഷൻസ് വന്നു, അതിൽ നെഗറ്റീവ് എക്സ്പൊണൻസ് വന്നു, ബട്ട് നമ്മൾ അതിനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ നമ്പറിലോട്ട് വന്നിട്ടുണ്ട്. 29 ആണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്, ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ,
ഇപ്പൊ ഇവിടെ ചെയ്ത ഓരോ മെത്തേഡ്സും നോക്കണം. നമ്മൾ ഇവിടെ ഒരു ലോ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് a raised to m all raised to n is a raised to m n. അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറെ ലോസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഈ ഒരു കൺവേർഷൻ ആണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഈ 1/2 1/3 1/4 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 raised to -1 3 raised to -1 4 raised to -1 എന്ന് പറഞ്ഞ് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായി, നെഗറ്റീവ് എക്സ്പോണൻസ് ആണെങ്കിൽ അതിനെ പോസിറ്റീവിലോട്ട് മാറ്റാനും, ഇനി 1/, ഏതെങ്കിലും ഒരു നമ്പർ എന്ന് പറയുന്ന ഫോമിലാണെങ്കിൽ അതിനെ തിരിച്ച് നെഗറ്റീവ് എക്സ്പോണൻസിലോട്ട് മാറ്റാനും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചേഞ്ചസ് വരുത്താനുണ്ടാവും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോ തേർഡ് ക്വസ്റ്റ്യനിൽ -2/3 raised to -2 all raised to 2 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ഒന്നല്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രാക്ഷൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഫ്രാക്ഷൻ വന്നു, ദെൻ ആ ഫ്രാക്ഷനിൽ നെഗറ്റീവ് എക്സ്പോണന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നെഗറ്റീവ് എക്സ്പോണന്റ് വന്നു കഴിഞ്ഞാൽ അവിടെ അതിനെ പോസിറ്റീവ് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ റെസിപ്രോക്കൽ എടുക്കും അല്ലെ. 1/, എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അതൊരു സിംഗിൾ നമ്പർ ആണെങ്കിലാണ് നമ്മൾ 1/, എന്ന് പറഞ്ഞെടുക്കുന്നത്. സോ ശരിക്കും അതൊരു ഫ്രാക്ഷണൽ ഫോമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിനുള്ള ആളെ ന്യൂമറേറ്ററിലോട്ടും ന്യൂമറേറ്ററിലുള്ള ആളെ തിരിച്ച് ഡിനോമിനേറ്ററിലോട്ടും എഴുതിയാൽ മതി. ഫ്രാക്ഷൻ ആണ്, അവിടെ റെസിപ്രോക്കൽ ഇടുമ്പോൾ ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു സിംഗിൾ നമ്പർ ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ആ നമ്പറിന് ഡിനോമിനേറ്ററിലേക്ക് എഴുതണം. അപ്പൊ മുകളിൽ ആരെ കൊടുക്കണം, 1 കൊടുക്കണം അല്ലെ. ഇപ്പൊ 2 1/2 എന്ന് എഴുതും. പക്ഷെ ഒരു 2/3 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്താൽ മതി, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 3/2 എന്ന് എഴുതിയാൽ മതി. അതായത് 3 ഡിനോമിനേറ്ററിലായിരുന്നു, അതിനെ ന്യൂമറേറ്ററിലോട്ട് കൊടുത്തു, ന്യൂമറേറ്ററിലുള്ള ആളെ ഡിനോമിനേറ്ററിലോട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ 2 ആണെങ്കിൽ അതിനെ റെസിപ്രോക്കൽ എഴുതാൻ പറയുമ്പോൾ 1/2 എന്ന് എഴുതും അല്ലെ. ന്യൂമറേറ്ററിലുള്ള ആള് ഡിനോമിനേറ്ററിലോട്ട് കൊടുത്തതാണ്. അതുപോലെ ഇവിടെ ഉള്ള ആളെ, ഇവിടെ ശരിക്കും 1 ആണ് ഉണ്ടാവുക, പക്ഷെ നമ്മൾ 1 എഴുതാറില്ലല്ലോ. 2 എന്ന് പറയുമ്പോൾ 2/1 ആണ്. അപ്പൊ ആ 1 എടുത്ത് അങ്ങനെ കൊടുത്തു. അത് നമ്മൾ ആ 1 എഴുതാത്തതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരിക. ബട്ട് ഇപ്പൊ നമ്മുടെ നമ്പർ 2/3 ആണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമ്മൾ 3/2 എന്ന് എഴുതും. സോ 3 ഇങ്ങോട്ട് എഴുതി, 2 തിരിച്ച് താഴോട്ടും എഴുതി. ഓക്കെ, അതാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ സിംഗിൾ നമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ ആ താഴെ 1 ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ 1/2 1/3 1/4 എന്നൊക്കെ പറയുന്നത്. ശരിക്കും അത് ഡിനോമിനേറ്ററിന് ന്യൂമറേറ്ററിലും ന്യൂമറേറ്ററിന് ഡിനോമിനേറ്ററിലോട്ടുമാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബേസിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. എവിടെയാണെങ്കിലും നമുക്ക് കണ്ടോ, ഇവിടെ നെഗറ്റീവ് ആണ് നമ്മുടെ എക്സ്പോണന്റ് വരുന്നത്. അപ്പൊ നമുക്ക് അത് പോസിറ്റീവിലോട്ട് മാറ്റണമെങ്കിൽ ഇവിടെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ ഇതെന്താവും, 3/-2 ആയിട്ട് മാറും. ഓക്കെ, -2/3 3/2 ആയിട്ട് മാറി, -2 ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ എക്സ്പോണന്റ് എന്താണ്, 2 ആണ്. ഓക്കെ, അപ്പം -2 ഉള്ളത് 2 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ഇതിന്റെ all raised to എന്താണ്, all raised to 2 ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ വന്നത് നമ്മൾ ഐഡന്റിറ്റിയിൽ പഠിച്ച പോലെ a raised to m raised to n എന്ന് പറയുന്ന ഫോമിലാണ്. അപ്പൊ നമ്മൾ പവർ വിത്ത് പവർ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാറ്, a raised to m all raised to n എന്ന് പറയുമ്പോൾ ആൻസർ ഇസ് a raised to m n ആണ് അല്ലെ. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 3/-2 raised to 2 into 2 is 4 അല്ലെ. നമ്മള് 2 into 2 4 ആയിട്ട് എഴുതി. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്, ഇവിടെ 3 raised to 4 divided by -2 raised to 4 എന്നാണ് കിട്ടുക. കാരണം ഈ ഒരു 4 രണ്ടുപേർക്കും ഇൻക്ലൂഡഡ് ആണ്, ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഈക്വലി ആണ്. സോ ഇനി നമ്മൾക്ക് ചെയ്യുന്ന സമയത്ത് 3 raised to 4 എന്ന് പറഞ്ഞാൽ 3നെ 4 ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 3 into 3 into 3 into 3 ആണ്. ദെൻ അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബേസ് നെഗറ്റീവ് എക്സ്പോണൻസ് ആവുന്ന സമയത്ത് നമ്മൾ അതിന്റെ എന്ത് ചെക്ക് ചെയ്യണം, എക്സ്പോണന്റ് ചെക്ക് ചെയ്യുക. എക്സ്പോണന്റ് ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസറിൽ എന്തായിരിക്കും വരിക, പോസിറ്റീവ് ആയിരിക്കും. ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ 4 ആണ്, സോ 4 is an even number, സോ ആൻസർ എന്തായിരിക്കും, പോസിറ്റീവിലാണ് വരിക. ഓക്കെ, അത് നമുക്ക് അവിടെ നിന്ന് തന്നെ അറിയാം. അല്ലെങ്കിൽ നമ്മൾ -2 into -2 into -2 into -2. അതായത് അതിന്റെ മീനിങ് എന്താ, നെഗറ്റീവ് നെഗറ്റീവ് ഇൻറ്റു ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് നെഗറ്റീവ് വീണ്ടും എന്തായിട്ട് മാറി, പോസിറ്റീവ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതണമെന്നില്ല, നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ 3 into 3 into 3 into 3 എത്രയാണ്, 3 into 3 9 ആണ്, 9 into 3 27 ആണ്, 3 into 3 3 into 3 9, 9 into 3 27, then 27 into 3 എത്രയാണ്, 81 ആണ്. അല്ലെ.
ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ആൻസർ കിട്ടുക? നമുക്ക് 3 into 3 then 3 then 3 അല്ലെ, 4 3s ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആൻസർ 3 into 3 9, 9 into 3 27, 27 into 3 is 81 കിട്ടും. then divided by താഴെ എന്താ വന്നിട്ടുള്ളത്? -2 into -2 into -2 into -2. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. 2 into 2 4 ആണ്, 4 into 2 എന്താണ്? 8 ആണ്, 8 into 2 എന്താണ്? 16 ആണ്. സോ അപ്പൊ നമുക്ക് താഴെ 16ഉം കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ ഇസ് 81 divided by 16. 81 by 16 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടെ നെഗറ്റീവ് എക്സ്പൊണന്റ് ആയതുകൊണ്ട് അതിനെ പോസിറ്റീവ് എക്സ്പൊണന്റിലോട്ട് മാറ്റി. അതിനായിട്ട് നമ്മൾ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുത്തു. ദെൻ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ പവർ വിത്ത് എ പവർ ആണ്, അതായത് ഒരു പവറിന്റെ കൂടെ ഒരു പവറും കൂടെ വന്നു. അപ്പൊ നമ്മൾ ആ രണ്ട് പവറിനും കൂടെ ഇൻടു ആണ് ചെയ്യുക. 2 into 2 4 ആയി. അപ്പൊ നമുക്ക് 3/-2 raised to 4 വന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഈ 4 3ക്കും ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ -2നും ഇൻക്ലൂഡഡ് ആണ്. ദെൻ 3 raised to 4 എന്ന് പറഞ്ഞാൽ 3നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക, -2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. പക്ഷെ ഇവിടെ നമുക്ക് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് വേണ്ടതിൽ കൺഫ്യൂഷൻ വരണ്ട. കാരണം നമ്മൾ എക്സ്പൊണന്റ് ചെക്ക് ചെയ്താൽ മതി. എക്സ്പൊണന്റ് ഈവൻ നമ്പർ ആണെങ്കിൽ ആൻസർ ഇസ് പോസിറ്റീവ്, ആൻഡ് എക്സ്പൊണന്റ് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ എന്താണ്? നെഗറ്റീവ് ആണ്. സോ അതിന്റെ ബേസിസിൽ നമ്മൾ 3നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു, 2നെ നമ്മൾ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് ആൻസർ 81/16 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദെൻ നെക്സ്റ്റ് നമ്മൾ 5th ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവാലുവേറ്റ്, അതായത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമുക്ക് ലോസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 8 raised to -1 into 5 raised to 3 divided by 2 raised to -4 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമ്മൾ ബേസ് അതുപോലെ എക്സ്പൊണൻസ് ഒക്കെയാണ് ചെക്ക് ചെയ്യുക. കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നമ്മുടെ ലോ യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് വരുന്നില്ല അല്ലെ, എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ബേസ് ആയാലും എക്സ്പൊണന്റ് ആയാലും എല്ലാം ഡിഫറെന്റ് ആണ്. ബട്ട് നമുക്ക് കോമൺ ആക്കാൻ അറിയാം അല്ലെ, നമുക്ക് കോമൺ ആക്കാൻ പറ്റുമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇവിടെ 8 raised to -1 ഉണ്ട്. അപ്പം 8 എന്ന് പറയുന്നത് 4 into 2 ചെയ്താൽ നമുക്ക് 8 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് മാറ്റി നോക്കിയാലോ? യെസ്, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പൊ ഇവിടെ 2 into 4 എന്ന് എഴുതി, then raised to -1 into 5 raised to 3 divided by 2 raised to -4 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു -1 2നും 4നും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് 2 raised to -1 into 4 raised to -1 into 5 raised to 3 എന്ന് എഴുതാം. ദെൻ അതുപോലെ താഴെ എഴുതുന്ന സമയത്ത് നമുക്ക് 2 raised to -4, അവിടെ 2 raised to -4 തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുമ്പോ ദാ ഈ രണ്ട് നമ്പേഴ്സ് ഇവിടെ ഡിവിഷൻ ഫോമിലാണ് വന്നത്. 2 raised to -1 divided by 2 raised to -4. സോ അപ്പം അവിടെ ബേസസ് കോമൺ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ബേസസ് കോമൺ ആവുന്ന സമയത്ത് നമുക്ക് എന്താ ആൻസർ കിട്ടുക? 2 raised to, അവിടെ ഡിവിഷൻ ആണ്, അപ്പൊ നമ്മൾ എക്സ്പൊണൻസിനെ മൈനസ് ചെയ്യണം. സോ -1 minus -4 എന്താണ് ആൻസർ? -1 minus -4 എന്ന് പറയുന്നത് അത് പ്ലസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ -1 plus 4, -1 plus 4 എന്താണ്? നമ്മൾ മൈനസ് ചെയ്യുക, ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പൊ അത് എന്തായിട്ട് മാറും? -1 plus 4 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 2 raised to 3 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 2 raised to 3 വന്നു. പിന്നെ നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് എന്താണ്? 4 raised to -1 ഉണ്ട്, പിന്നെ 5 raised to 3 ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് ഇവിടെ ഒരു 4 ഉണ്ട്. ആ 4നെ നമുക്ക് വീണ്ടും 2 into 2 മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് 2 raised to 3 into, ഇവിടെ ഞാൻ 4നെ എന്താക്കി മാറ്റി? 2 raised to -1 into 2 raised to -1 ആക്കി മാറ്റി. എന്നിട്ട് 5 raised to 3യും കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ എല്ലാ ബേസസും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ എക്സ്പൊണൻസ് ആഡ് ചെയ്താൽ മതി. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, സോ അവിടെ നമ്മൾ ആഡ് ചെയ്യണം എക്സ്പൊണൻസിനെ. അപ്പൊ 3 plus -1 ആണ്. 3 plus -1 എന്താണ്? ചെയ്ത് നോക്കാം. ഇവിടെ 2 raised to 3 plus -1, പിന്നെ ഒരു plus -1, then into 5 raised to 3. സോ അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത്
3 പ്ലസ് മൈനസ് 1 എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് മാറും? അവിടെ 2 ആയിട്ട് മാറും അല്ലെ? ഈ പ്ലസും മൈനസും കൂടെ മൈനസ് ആയി. അപ്പൊ 3 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ദെൻ പിന്നെ എന്ത് വരും? 2 പ്ലസ് മൈനസ് 1 ആണ്. 2 പ്ലസ് മൈനസ് 1 എന്താണ്? 2 പ്ലസ് മൈനസ് 1, ദാറ്റ് മീൻസ് 2 മൈനസ് 1 ആണ്. 2 മൈനസ് 1 എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 2 റേസ് ടു 1 ഇൻറ്റു 5 റേസ് ടു 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് അല്ലെ? അപ്പൊ 2 ഇൻറ്റു 5 റേസ് ടു 3 എന്ന് പറഞ്ഞാലോ 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 5 125 ആണ്. അപ്പൊ ഇവിടെ 125 എന്ന് കിട്ടും. അപ്പൊ ഇനി 125ഉം 2ഉം കൂടെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുക? 125 ഇൻറ്റു 2 0 1 4, അപ്പൊ 5 വരും. then 250. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയത് 250 ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. 2 ഇൻറ്റു 125 is 250. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 8 റേസ് ടു മൈനസ് 1 ഇൻറ്റു 5 റേസ് ടു 3 ബൈ 2 റേസ് ടു മൈനസ് 4. അപ്പൊ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ആൻസർ എന്ത് കിട്ടി? 250 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ചെയ്ത സ്റ്റെപ്സ് ഒക്കെ ക്ലിയർ ആണല്ലോ. ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് അഡീഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് നമ്മൾ ആ ഒരു നമ്മുടെ സൈൻ, ഓരോ നമ്പേഴ്സിന്റെ സൈനും ഇമ്പോർട്ടന്റ് ആണ്. നെഗറ്റീവ് വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 5 റേസ് ടു മൈനസ് 1 ഇൻറ്റു 2 റേസ് ടു മൈനസ് 1 ഇൻറ്റു 6 റേസ് ടു മൈനസ് 1. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യാറ് എന്താണ്? നമ്മുടെ ബേസസ് കോമൺ ആണോ എന്ന് നോക്കൂ അല്ലെ? പക്ഷെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബേസ് കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബേസസിനെ കോമൺ ആക്കി മാറ്റി എഴുതാം അല്ലെ? നമ്പേഴ്സ് വെച്ച് ചേഞ്ച് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ 5 ആണ് ഫസ്റ്റ് നമ്പർ വരുന്നത്. അപ്പൊ 5നെ നമുക്ക് 2ന്റെ ബേസിസിൽ എന്തെങ്കിലും മാറ്റി എഴുതാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ബട്ട് അടുത്തത് 2 ആണ് വരുന്നത്. 2നെ നമുക്ക് 5 വെച്ച് എഴുതാൻ പറ്റുമോ? ഇല്ല. അവർ രണ്ടുപേരും ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്ന ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ അത് പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ ഒരു 6 വരുന്നുണ്ട്. സോ 6 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് 6നെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്കൊന്ന് ആദ്യം ഒന്ന് മാറ്റി എഴുതി നോക്കാം. ഫൈവ് റേസ് ടു മൈനസ് 1 ഇൻറ്റു 2 റേസ് ടു മൈനസ് 1, 2 റേസ് ടു മൈനസ് 1. ദെൻ നമുക്ക് ഇവിടെ ഇൻറ്റു, ഇവിടെ 6 ആണ്. സോ 6നെ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പൊ 3 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പൊണന്റ് -1 അവർക്ക് രണ്ടുപേർക്കും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് 2 റേസ് ടു മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ വന്നു. പക്ഷെ ഇവിടെ രണ്ട് ബേസസ് ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 5 ഇൻറ്റു 2 വരുന്നുണ്ട്. സോ 5ഉം 2ഉം ഡിഫറെന്റ് ആയിട്ട് വരുന്ന ബേസസ് ആണ്. ദെൻ ഇവിടെ എന്താണ്? എക്സ്പൊണൻസ് സെയിം ആയിട്ടും വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇവര് രണ്ടുപേരെയും കൺസിഡർ ചെയ്യാം അല്ലെ? അപ്പൊ 5 റേസ് ടു മൈനസ് 1 ഇൻറ്റു 3 റേസ് ടു മൈനസ് 1, then into ഇവിടെ 2 raised to minus 1 and 2 raised to minus 1 ഉണ്ട്. അപ്പൊ 2 raised to minus 1 into 2 raised to minus 1 എന്ന് പറയുമ്പോൾ അവിടെ ബേസ് സെയിം ആണ്. അപ്പൊ നമുക്ക് 2 raised to ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. -1 plus -1 എന്താ ആൻസർ വരിക? -2 ആണ് വരിക അല്ലെ? അപ്പൊ -2 എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഇപ്പൊ നമുക്ക് ഇവിടെ 5 raised to minus 1, 3 raised to minus 1 and 2 raised to minus 2 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ 5 raised to minus 1 എന്ന് പറയുന്നത് നെഗറ്റീവ് എക്സ്പൊണന്റ് ആണ്. സോ നെഗറ്റീവ് എക്സ്പൊണന്റ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/5 എന്ന് എഴുതാം അല്ലെ? 1/5. അതുപോലെ ഇവിടെ ഇതിനെ നമുക്ക് 1/3 എന്ന് എഴുതാം. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ 2 raised to 2 ആണ് വരുന്നത്. അതിനെ നമുക്ക് 1/2 raised to 2 എന്ന് എഴുതാം. ഓക്കെ, 1/2 raised to 2. അപ്പൊ ഇവിടെ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇത് 1/5 ഇൻറ്റു 1/3 ദെൻ ഇൻറ്റു 1/4 ആയിട്ട് മാറും
ഇവിടെ എന്തായിട്ട് മാറും 1/4 ആയിട്ട് മാറും. സോ ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എല്ലാം നമുക്ക് എന്താണ് ഫ്രാക്ഷണൽ ഫോമിൽ വന്നു. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാം. 5 into 4 ചെയ്താൽ എന്ത് കിട്ടും? 20 കിട്ടും അല്ലെ. 5 into 4 is 20. Then 20 into 3 ചെയ്ത് കഴിഞ്ഞാൽ 60 ആണ്. അപ്പൊ നമുക്ക് 1/60 എന്ന് എഴുതിക്കൂടെ ഇതിനെ? 1/60 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇത്ര വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നെഗറ്റീവ് എക്സ്പോണൻസ് ആയിരുന്നു വന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു സിംഗിൾ നമ്പറിലോട്ട് മാറ്റി എഴുതി. 1/60 ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. നമ്മൾ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റുന്ന ബേസസിനെ നമുക്ക് മാറ്റി എഴുതാം. പക്ഷെ ഇവിടെ 5ഉം 2ന്റെയും കേസിൽ നമുക്കത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 6നെ മാറ്റി എഴുതിയത്. സോ 6നെ നമ്മൾ 2 into 3 എന്ന് എഴുതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ 2 കോമൺ ബേസസ് വന്നു. അപ്പൊ 2 കോമൺ ബേസസ് വന്നപ്പോൾ നമ്മുടെ അവിടെ ലോ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമുക്കത് 2⁻²2 എന്ന് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഒന്നും പോസിബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അല്ലെ, എല്ലാം ഡിഫറെന്റ് ഫോമിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നോർമലി ഒക്കെ നെഗറ്റീവ് എക്സ്പോണൻസ് ആയതുകൊണ്ട് അതിനെ ജസ്റ്റ് പോസിറ്റീവ് എക്സ്പോണൻസിലോട്ട് മാറ്റി എന്നിട്ട് നോർമലി നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോബ്ലത്തിന്റെ ഓരോ സ്റ്റെപ്സും ക്ലിയർ ആണല്ലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി വാല്യൂ ഓഫ് m for which 5m divided by 5⁻³ is equal to 5⁵. സോ ഇത് നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയും നമ്മളോട് എമ്മിന്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എമ്മിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. അതുപോലെ അവിടെ ആൻസറും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ബേസ് 5 ആണ്, കോമൺ ആയതുകൊണ്ടാണ് ആൻസറിൽ ആ കോമൺ ആയിട്ടുള്ള ബേസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ബേസിന്റെ കാര്യത്തിൽ നോ ഡൗട്ട്സ് അവിടെ അറിയാം നമുക്ക് അല്ലെ, എന്താണ് ബേസ് വരുന്നതെന്ന്. ആൻസറിലും ക്വസ്റ്റ്യനിലും ബേസ് ഒക്കെ നമുക്ക് പക്ക അറിയാം. അപ്പൊ നമുക്ക് ആ ബേസ് നോക്കണ്ട, ഇനി നമുക്ക് എക്സ്പോണൻസ് നോക്കിയാൽ മതി. അപ്പൊ എക്സ്പോണൻസ് ഡിവിഷൻ ആവുന്ന സമയത്ത് നമ്മൾ എക്സ്പോണൻസിന് എന്ത് ചെയ്യും? മൈനസ് ആണ് ചെയ്യുക അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ പ്ലസ് ചെയ്യും, അതുപോലെ തന്നെ ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ ചെയ്യുക? മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഡിവിഷൻ ആണ്. അപ്പൊ നമുക്കറിയാം m -3, അതായത് m -3 നമ്മൾ മൈനസ് ആണ്, ഡിവിഷൻ ആയതുകൊണ്ട് അവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. ദെൻ അവിടെ 3 നെഗറ്റീവ് ആണ്, -3 ആണ് വന്നത്. അതുകൊണ്ട് അത് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു 5. സോ അടുത്ത എക്സ്പോണന്റ് 5 ആണ്. ആൻസറിൽ കിട്ടുന്ന എക്സ്പോണന്റ് ആണ് നമുക്ക് എഴുതേണ്ടത് അല്ലെ. നമ്മളിപ്പോ എക്സ്പോണൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ 5ഉം ലാസ്റ്റ് നമ്മുടെ ആൻസറിലെ എക്സ്പോണന്റ് ആണ്. ബേസ് ആയിട്ട് വരുന്ന 5നെ നമുക്ക് നോക്കണ്ട, കാരണം അത് ഓൾറെഡി അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഇത് സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ m മൈനസ് ആൻഡ് മൈനസ് എന്തായിട്ട് മാറും? +3 ആയിട്ട് മാറും. ദാറ്റ് ഇസ് ഈക്വൽ ടു 5. ഇനി നമുക്ക് m ആണല്ലോ വേണ്ടത്, നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത് m ആണ്. സോ അപ്പൊ m-നെ ഇവിടെ തന്നെ കീപ്പ് ചെയ്യാ. ദെൻ ദിസ് +3 is move into the right hand side. റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നു. സോ 5 - 3, ഇവിടുത്തെ പ്ലസ് മൈനസ് ആയിട്ട് മാറി. സോ m is equal to 5 - 3 is 2. സോ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 2 ആണ്. നമ്മളോട് എമ്മിന്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് മൈനസും പ്ലസ് ആയിട്ട് മാറി. ദെൻ +3നെ മൂവ് ചെയ്യുമ്പോൾ -3 ആവും. സോ 5 - 3 is 2. സോ വാല്യൂ ഓഫ് m is 2. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമ്മൾ മുന്നേയും ഇതേ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഡിവിഷൻ ആയിരുന്നില്ല, മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ ഡിവിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ നോക്കുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോണൻസിനെ ആഡ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യും ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 7th ക്വസ്റ്റ്യൻ ആണ്. സോ 7th ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് 1/3⁻1 -1/4⁻1 all raised to -1. സോ അപ്പൊ ഇവിടെ ഒരുപാട് റേസ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ആദ്യത്തെ പാർട്ടില് 1/3 ഒരു ഫ്രാക്ഷൻ നമ്പർ, ദെൻ അതിനൊരു നെഗറ്റീവ് എക്സ്പോണന്റ്, പിന്നെ 1/4 നെഗറ്റീവ് എക്സ്പോണന്റ്, ദെൻ അതിനെല്ലാത്തിനും കൂടെ വീണ്ടും ഒരു നെഗറ്റീവ് എക്സ്പോണന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പൊ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ 1/3⁻1 എന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ വന്നത്? നമുക്ക് എക്സ്പോണന്റ് നെഗറ്റീവ് ഇൻറ്റീജർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിനൊന്ന് പോസിറ്റീവിലോട്ട് മാറ്റാം. പോസിറ്റീവിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ എടുക്കണം. അപ്പൊ 1/3യുടെ റെസിപ്രോക്കൽ എന്താണ്? 3 ആണ് അല്ലെ. നമ്മള് ഡിനോമിനേറ്ററിലുള്ള ആളെ ന്യൂമറേറ്ററിലോട്ടും ന്യൂമറേറ്ററിലുള്ള ആളെ ഡിനോമിനേറ്ററിലോട്ടും കൊണ്ടുവരുന്നു. അപ്പൊ അതെന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. അപ്പൊ 3⁻1 ആണ്
ഇപ്പൊ നമുക്ക് കിട്ടി അല്ലെ. ഇവിടുത്തെ ഈ -1നെ, അതായത് നമ്മുടെ നെഗറ്റീവ് എക്സ്പോണന്റിനെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റാൻ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു. ഇനി അടുത്തത് എന്താണ്? 1/4⁻⁻1. അവിടെയും നമ്മൾ റെസിപ്രോക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ -1 എന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. അപ്പൊ -4⁻1 അവിടെ എന്തായിട്ട് മാറി? 4⁻1 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ഇനി എന്താണ്? ഇതിന് എല്ലാത്തിനും കൂടെ all raised to -1 ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാത്തിനും കൂടെയാണ് നമുക്ക് എന്ത് വരുന്നത്? all raised to -1 എന്ന് പറയുന്നത്. അപ്പം ആ ഒരു 1 എല്ലാവർക്കും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇവിടെ 3⁻1 all raised to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 3⁻1 തന്നെയാണ്. അപ്പൊ 3⁻1 എന്താണ്? 3 ആണ്. ആൻഡ് 4⁻1 all raised to 1 എന്ന് പറഞ്ഞാൽ അവിടെയും എന്താണ്? 4 ആണ്. സോ 3 - 4 എന്ന് പറയുന്ന ആൻസർ എന്താണ്? -1 ആണ്. സോ ദി ആൻസർ ഇസ് -1. അപ്പൊ നമുക്ക് ഇത്ര വലിയൊരു ക്വസ്റ്റ്യനെ നമ്മൾ സിമ്പിൾ ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്? -1 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നമ്മൾ ചെയ്യുന്നത് 7th സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5/8 all raised to -7 into 8/5 raised to -4. സോ ഇവിടെയും നമുക്ക് എന്താണ് വന്നത്? രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സ്, ദെൻ അതിന്റെ എന്താണ്? നെഗറ്റീവ് എക്സ്പോണന്റ്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് എക്സ്പോണൻസ് വരുമ്പോൾ അതിനെ നമ്മൾ പോസിറ്റീവ് എക്സ്പോണൻസിലോട്ട് മാറ്റാനാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. സോ ഇവിടെ 5/8 all raised to -7 ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ മാറ്റണം? പോസിറ്റീവ് എക്സ്പോണൻസിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിലുള്ള ആള് ന്യൂമറേറ്ററിലോട്ടും ന്യൂമറേറ്ററിലുള്ള ആള് ഡിനോമിനേറ്ററിലോട്ടും ആണ് മാറുക. അപ്പൊ ഇവിടെ എന്ത് വരും? 8/5 raised to 7 എന്ന് വരും. 8/5 raised to 7. Then next into 8/5 raised to -4 നെ നമുക്ക് 5/8 raised to 4 എന്ന് എഴുതാം. 8 raised to 4. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? രണ്ട് നമ്പേഴ്സിനെയും നമ്മളിപ്പോ പോസിറ്റീവ് എക്സ്പോണൻസിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 8/5 raised to 7 എന്നും 5/8 raised to 4 എന്നുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരെയും മാറ്റി എഴുതിയപ്പം നമുക്ക് അവിടെ എന്ത് വന്നു? എന്താ വന്നിട്ടുള്ള? രണ്ടുപേരെയും മാറ്റി എഴുതിയപ്പോൾ നമുക്ക് ബേസ് കോമൺ ആയിട്ട് വന്നിട്ടില്ല, എക്സ്പോണൻസും കോമൺ ആയിട്ട് വന്നിട്ടില്ല അല്ലെ. എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരു ആളെ മാത്രമാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മുടെ സെക്കൻഡ് ടേമിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവ് എക്സ്പോണൻസിലോട്ട് മാറ്റാം. ഫസ്റ്റ് ആളെ അതേപോലെ തന്നെ കീപ്പ് ചെയ്തൊന്ന് നോക്കിക്കേ. ഇതാ നമ്മുടെ ഫസ്റ്റ് ആളെ ഞാൻ 5/8 സെയിം ആണ്, ഞാൻ മാറ്റാതെ ആ 5/8 raised to -7 എന്ന് എഴുതി. ഓക്കെ, ഇതിപ്പം എക്സ്പോണൻസിനെ, അതായത് നമ്മൾ റെസിപ്രോക്കൽ എടുത്തതാണ്. ഇത് ഞാൻ ആ ഒരു ഫസ്റ്റ് ടേമിനെ അതേപോലെ ഈ ടേമിനെ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 5/8 raised to -7. എന്നിട്ട് ഇൻടു ഇവിടെ എന്ത് ചെയ്യാ? സെക്കൻഡ് ടേമിൽ നമ്മൾ ആ ഒരു നെഗറ്റീവ് എക്സ്പോണന്റ് പോസിറ്റീവ് എക്സ്പോണന്റ് ആക്കാൻ നോക്കാം. അപ്പൊ അതെന്തായിട്ട് മാറും? തിരിച്ചെഴുതുമ്പോൾ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 5/8 raised to 4 ആയിട്ട് മാറി. ഓക്കെ, അതെന്തിനാ ഇങ്ങനെ ചെയ്തത്? നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ബേസ് കോമൺ ആയിട്ട് വന്നു അല്ലെ. 5/8 ബേസ് കോമൺ ആണ്. അങ്ങനെ ബേസ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആ കോമൺ ബേസ് എഴുതിയിട്ട് ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് നമ്മുടെ എക്സ്പോണൻസിന് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പൊ -7. അപ്പൊ ഇവിടെ നമുക്ക് കോമൺ ബേസ് 5/8 കിട്ടി. അപ്പൊ കോമൺ ബേസ് ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പോണൻസിനെ ആഡ് ആണ് ചെയ്യുക അല്ലെ. അപ്പൊ -7 + 4 എന്ന് വരും. എന്താ -7 + 4 എന്ന് പറയുന്നത്? ആൻസർ എന്താ വരിക? ഇവിടെ -7 + 4 is -3. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? -3 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും നെഗറ്റീവ് എക്സ്പോണൻസിലോട്ട് വന്നു. ബട്ട് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി? പോസിറ്റീവ് ആക്കണമെങ്കിൽ ഇതിനൊന്ന് തിരിച്ചെഴുതിയാൽ മതി. 8/5 raised to 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് വരുമ്പോൾ അതിനെ പോസിറ്റീവിലോട്ട് മാറ്റാൻ
റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ കണ്ടോ, നമ്മളിപ്പോ ആൻസറിലോട്ട് എത്തി. ഇതേ മോഡൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ രണ്ടുപേരെയും നമ്മൾ റെസിപ്രോക്കൽ എടുത്തു, അതായത് നെഗറ്റീവ് എക്സ്പൊണൻസിനെ പോസിറ്റീവിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഒന്നും പോസിബിൾ അല്ല. കാരണം എന്താണ്, ബേസും കോമൺ അല്ല, അതുപോലെ നമ്മുടെ എക്സ്പൊണൻസും കോമൺ അല്ല. അപ്പൊ നമുക്ക് പോസിബിൾ അല്ല അല്ലെ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് ടേമിന് അതേപോലെ കീപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ സെക്കൻഡിനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ, അതിന് നമുക്ക് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിനോട് ഈക്വൽ ആണ് വന്നത്. അപ്പൊ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ ടേംസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇവിടുന്ന് റബ്ബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാ ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ ഇനി 8/5⁵3 ആണ്, അതായത് 8നെ 3 ടൈംസ് ഇൻറ്റു ചെയ്യുക, ദെൻ അതുപോലെ തന്നെ 5നെ 3 ടൈംസ് ഇൻറ്റു ചെയ്യുക. അതാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം 8 × 8 എന്ന് പറയുന്നത് 64 ആണ്. ദെൻ 64ഉം 8ഉം കൂടെ ഇൻറ്റു ചെയ്യുക. 64 × 8 എത്രയാണ്? സോ 512 വരും. അപ്പൊ 512 ഡിവൈഡഡ് ബൈ 5 × 5 × 5 125 ആണ്. സോ അപ്പൊ നമുക്ക് ഇപ്പൊ ആൻസർ കിട്ടിയത് 512 ഡിവൈഡഡ് ബൈ 125 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ എങ്ങനെയാ ചെയ്തതെന്ന്. നമ്മൾ ജസ്റ്റ് ഒരു ടേമിനെ മാത്രം പോസിറ്റീവ് എക്സ്പൊണൻസിലോട്ട് മാറ്റി, നെഗറ്റീവ് ഉള്ളതിനെ പോസിറ്റീവിലോട്ട് മാറ്റി. രണ്ടുപേരും നെഗറ്റീവ് എക്സ്പൊണൻസ് ആയിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അതൊന്ന് മാറ്റി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഞാൻ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിംപ്ലിഫൈങ്. ഒരു ക്വസ്റ്റ്യൻ തന്നു, അത് നമ്മളോട് സിമ്പിൾ ഫോമിലോട്ട് എഴുതാൻ പറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? 3⁻⁻5 × 10⁻⁻5 × 125 by 5⁻⁻7 × 6⁻⁻5. അപ്പൊ ഈ ക്വസ്റ്റ്യനിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇവിടെ എല്ലാവരും എക്സ്പൊണൻസ് ഉണ്ട് അല്ലെ, എല്ലാവർക്കും നെഗറ്റീവ് എക്സ്പൊണൻസ് ആണ് വരുന്നത്. പക്ഷെ ഒരാൾ മാത്രം 125 എന്ന് പറയുന്ന ഒരു നമ്പറിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ആ ആളെ ഒന്ന് മാറ്റി എഴുതാം അല്ലെ. ഈ 125നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? 125 എന്ന് പറഞ്ഞാൽ 5 × 5 × 5 ആണ് 125. ദാറ്റ് മീൻസ് 5 ക്യൂബ് അല്ലെ, 5⁻³ എന്ന് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് അങ്ങനെ എഴുതി നോക്കാം. 3⁻⁻5 × 10⁻⁻5 × 5⁻3. നമ്മൾ ഈ 125നെ 5⁻3 എഴുതി, ഡിവൈഡഡ് ബൈ താഴെ വീണ്ടും 5⁻⁻7 × 6⁻⁻5. സോ ഇവിടെ തന്നെ നമ്മൾ അതിനെ മാറ്റി എഴുതിയോണ്ട് നമുക്ക് ഇവിടെയും സെയിം ബേസിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് അവിടെ തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് വേറെ കുറെ മാറ്റങ്ങൾ ഇവിടെ തന്നെ 10 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 10നെ എന്താക്കാൻ പറ്റും? 5 × 2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും 5ന്റെ ബേസിലോട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം. അപ്പൊ നെക്സ്റ്റ് 3⁻⁻5 × സോ 10നെ നമ്മൾ 2 × 5 എന്ന് എഴുതുന്നു. അപ്പൊ ആ -5 രണ്ടുപേർക്കും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആ ഒരു 2⁻⁻5 × 5⁻⁻5 × 5⁻3 ഡിവൈഡഡ് ബൈ ഇവിടെയും 5⁻7 × ഇവിടുത്തെ 6നെയും നമുക്ക് മാറ്റി എഴുതാം. കാരണം 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം. ഇതാ ഇവിടെയൊക്കെ 3ഉം 2 ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെയും ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ 3⁻⁻5 × 2⁻⁻5. ഓക്കെ, അപ്പൊ നമ്മൾ 10നെ ചേഞ്ച് ചെയ്തു, 2 × 5 അതിന് കോമൺ ആയിട്ട് വരുന്ന എക്സ്പൊണന്റ് കൊടുത്തു, 6നെ മാറ്റി എഴുതി 3 × 2, ദെൻ അതിന്റെ -5 എന്ന് പറയുന്ന എക്സ്പൊണന്റ് രണ്ടുപേർക്കും കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് കോമൺ ബേസ് വരുന്ന സ്ഥലത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാനുള്ളത്, ഡിവിഷൻ ആണോ ചെയ്യാനുള്ളത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഓരോരോ സ്റ്റെപ്സ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട് അല്ലെ, കോമൺ ബേസിൽ 5 and 5 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? എക്സ്പൊണൻസ് ആഡ് ചെയ്യണം. -5 + 3 ആണ്. -5 + 3 എന്താണ്? -2 ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് എഴുതാം. 3⁻⁻5 × 2⁻⁻5 ×
5 raised to minus 2 ആയി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ലോ അപ്ലൈ ചെയ്ത് കൊടുത്തു. ദെൻ താഴെ ഇനി ഇവിടെ എന്താണ് കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അത് അതുപോലെ എഴുതാം. 5 raised to minus 7 into 3 raised to minus 5 into 2 raised to minus 5. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കേ, ഇനി കുറച്ച് ഡിവിഷൻസ് ഇവിടെ വരുന്നുണ്ട് അല്ലെ. നമുക്ക് ഇനി ഡിവിഷൻസ് നോക്കാം. ഡിവിഷൻസില് ഫസ്റ്റ് 3 raised to minus 5 ആൻഡ് ഇവിടെ നെക്സ്റ്റ് 3 raised to minus 5. അപ്പൊ രണ്ടെണ്ണം ഇവിടെ സെയിം ബേസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് ഡിവിഷൻ ചെയ്യാം. 3 raised to minus 5 ആൻഡ് 3 raised to minus 5. അപ്പൊ നമ്മൾ കോമൺ ബേസിൽ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് എക്സ്പൊണൻസിന് എന്താ ചെയ്യാറ്? നമ്മൾ മൈനസ് ആണ് ചെയ്യാറ് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ആഡ് ചെയ്യും, ഡിവിഷൻ ആകുമ്പോൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ -5 -5 അതെന്തായിട്ട് മാറും? -5 -5 ആണ്. അപ്പൊ അത് +5 ആയിട്ട് മാറും. അപ്പൊ -5 + 5 എന്താണ്? 0 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ 3 raised to 0 ആയിട്ട് മാറും. അതായത് ഈ ടേമും അതുപോലെ ഈ ടേമും. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 3 raised to minus 5 divided by 3 raised to minus 5. So the answer is 3 raised to minus 5 minus minus 5. So that is 3 raised to minus 5 plus 5. So answer is 3 raised to 0. 3 raised to 0 is 1. 3 raised to 0 എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടേം എന്തായിട്ട് കിട്ടി? 3 raised to 0 ആയിട്ട് കിട്ടി. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് 3 raised to 0 എന്ന് കൊടുക്കാം, പിന്നെ മാറ്റി എഴുതാം. ദെൻ ഇനി നെക്സ്റ്റ് ഇതാ ഇവിടെ വീണ്ടും ഉണ്ട് 2 raised to minus 5 2 raised to minus 5. സോ അതിന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സെയിം ആണ്. അത് 2 raised to minus 5 ആയി 2 ആയിട്ട് മാറിയെന്നേ ഉള്ളൂ. അപ്പൊ എന്തായിരിക്കും ആൻസർ? 2 raised to 0 ആയിരിക്കും. സോ into 2 raised to 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് into നെക്സ്റ്റ് എന്താണ്? 5 raised to minus 2 5 raised to minus 7 ആണ്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 5 raised to minus 2 divided by 5 raised to minus 7. സോ ഇവിടെ നമുക്ക് ഡിവിഷൻ ആണ്, അപ്പൊ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യണം. സോ 5 raised to minus 2 minus minus 7. സോ അപ്പൊ ആൻസർ എന്താ വരുന്നത്? ആൻസർ is 5 raised to minus 2 മൈനസും മൈനസും പ്ലസ് ആയി പ്ലസ് 7. സോ ആൻസർ is 5 raised to minus 2 plus 7 എന്താണ്? 7 2 മൈനസ് ചെയ്താൽ 5 ആണ്. ഗ്രേറ്റർ നമ്പർ 7 ആയതുകൊണ്ട് അതിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ 5 raised to 5 ആണ് വരാം അല്ലെ. കറക്റ്റ് അല്ലെ? 5 raised to 5. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 5 raised to 5 കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഓരോന്നിന് വാല്യൂസ് കൊടുക്കാം. 3 raised to 0 1 ആണ്. ദെൻ 2 raised to 0 1 ആണ്. നമുക്കറിയാം അല്ലെ, ഏത് നമ്പറിന്റെയും എക്സ്പൊണന്റ് 0 ആണെങ്കിൽ ആൻസർ is 1. സോ അങ്ങനെ നമ്മൾ 1 കൊടുത്തു. ഇനി ഇൻടു 5 raised to 5 ചെയ്യണം അല്ലെ. 5നെ 5 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാം 5നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 125 ആണ്. ഓക്കെ, അപ്പൊ 125ന്റെ കൂടെ 2 5ഉം കൂടെ നമുക്ക് ഇൻടു ചെയ്യണം. അതായത് 125 into 25 ചെയ്യണം. അപ്പൊ നമുക്ക് ആ കാൽക്കുലേഷൻ ഒന്ന് ചെയ്യാം. 125 into 25. സോ ഇവിടെ 25ന് 5 then 2 10 ആണ്. 10ഉം 2ഉം 12ന് 2 ബാക്കി 1 then 5 into 1 5 5 plus 1 6 then ഇവിടെ 5 into 2 10 then 2 into 2 4ഉം 1ഉം 5 then 2 എന്ന് വരും. സോ ഇനി നമുക്ക് 5 2 6ഉം 5ഉം 11ന് 1 then 1 2 plus 1 is 3. So the answer is 3125 ആണ്. 5നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ 3125. സോ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 3125. അപ്പം 1 into 1 1 ആണ്. 3125ന് 1 കൊണ്ട് ഇൻടു ചെയ്ത 3125. സോ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. 3125 is the answer. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് ക്ലിയർ ആയിട്ടുണ്ടോ? കുറച്ചധികം നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്, ബട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻസ് ആണ്. അപ്പം എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു സിംപ്ലിഫൈങ് ക്വസ്റ്റ്യൻ ആണ്. ഫുൾ നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ആദ്യം ഒരു നമ്പർ മാത്രം ഉണ്ടായിരുന്നു, എല്ലാം എക്സ്പോണൻസ് ഫോമിലായിരുന്നു. അപ്പൊ ആ നമ്പറിനെ മാത്രം നമ്മൾ എന്തോലോട്ട് മാറ്റി? എക്സ്പോണന്റ് ഫോമിലോട്ട് മാറ്റി എഴുതി. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ബേസസ് ഒക്കെ കോമൺ ആക്കാൻ വേണ്ടിയിട്ട്
10നെ മാറ്റി എഴുതി, അതുപോലെ 6നെ മാറ്റി എഴുതി, അങ്ങനെ നമ്മൾ ഓരോന്ന് മാറ്റി എഴുതുക. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോരോ ലോസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ നന്നായിട്ട് നോക്കണം. ഓക്കെ, സോ അപ്പം ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലവും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ലാസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്